നമസ്കാരം. കുവൈറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈറ്റിലേക്ക് പോകുന്നതിന് മുൻപ് നാട്ടിൽ വെച്ച് നടത്തുന്ന വൈദ്യപരിശോധനാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചു. 4,500 രൂപയിൽ നിന്നും 7,500 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പുതിയ നിരക്ക് കഴിഞ്ഞ ആഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരായവരിൽ നിന്ന് പുതിയ നിരക്ക് പ്രകാരമാണ് തുക ഈടാക്കിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമായതിനു ശേഷം മാത്രമേ നിരക്കിൽ വർധന വരുത്തൂ. എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രാലയം ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതായി വ്യക്തമല്ല. നാട്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുന്നവരിൽ 70% പേരും അയോഗ്യരാക്കപ്പെടുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ അയോഗ്യരാക്കപ്പെടുന്നവർക്ക് മുൻകൂറായി അടച്ച ഫീസ് തിരികെ നൽകുകയും ചെയ്തിട്ടില്ല. ഇതിൽ ക്രമക്കേടുകൾ ഉള്ളതായും ആരോപണം ഉയരുന്നുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമായി കുവൈറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗാലപ്പ് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. രാത്രികാലങ്ങളിൽ രാജ്യത്ത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ 99% നിവാസികളും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നതായി സർവേ കണ്ടെത്തി. സിംഗപ്പൂർ 94%, നോർവേ, സൗദി എന്നിവ 92%വുമായി 2-3 സ്ഥാനങ്ങളിൽ എത്തി. കുവൈത്തിൽ പെട്രോൾ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. പ്രധാനമായും പ്രവാസികൾക്കും സന്ദർശകർക്കുമാണ് വില വർധനവ് ബാധകമാകുക എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പൗരന്മാരെ വില വർധന ബാധിക്കില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിൽ 1 ലിറ്റർ പ്രീമിയം പെട്രോളിന് 85 ഫിൽസും സൂപ്പറിന് 105ഉം അൾട്രക്ക് 215 ഫിൽസുമാണ് സ്വദേശി വിദേശി വേർതിരിവില്ലാതെ ഈടാക്കുന്നത്. പുതിയ നിരക്കിന് അന്തിമ രൂപമായാൽ പദ്ധതി സാമ്പത്തികകാര്യ സമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. അന്താരാഷ്ട്ര വിപണിയിലെ പ്രവണതകൾക്കനുസൃതമായി പ്രാദേശിക വിലകൾ ക്രമീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രവാസികൾക്ക് പെട്രോൾ വില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയെന്നാണ് കരുതുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആശുപത്രികളിലും പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അടക്കം കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണം നേരിട്ടു. ആക്രമണത്തെ അതിജീവിച്ച് MOH ഡേറ്റകൾ വീണ്ടെടുത്തിട്ടുണ്ട്. സൈബർ ആക്രമണത്തിന്റെ ആദ്യ ദിവസം മുതൽ ആശുപത്രി അടക്കമുള്ള മന്ത്രാലയത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി പുനഃസ്ഥാപിച്ചിരുന്നു. പ്രധാന ഡേറ്റാബേസുകളിൽ തകരാറുണ്ടായിട്ടില്ല. മുബാറക്, അൽ കബീർ, ജഹ്റ, അമീരി, ഫർവാനിയ, അദാൻ തുടങ്ങിയ ആശുപത്രികൾ ഉൾപ്പെടെയുള്ളിടത്ത് ബാക്കപ്പുകൾ എടുത്തിട്ടുണ്ട്. കുവൈത്ത് ക്യാൻസർ സെന്റർ, ആരോഗ്യ ഇൻഷുറൻസ്, പ്രവാസി പരിശോധന തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളും പുനഃസ്ഥാപിച്ചു. കുവൈറ്റിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ 10 കേസുകളിലായി 14 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 20 കിലോഗ്രാം വിവിധ മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ, ഷാബു, ഹാഷിഷ്, കഞ്ചാവ്, ഹെറോയിൻ കൂടാതെ 3500 സൈക്കോട്രോപിക് ഗുളികകളും 150 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. തുടർ നടപടികൾക്കായി പ്രതികളെയും പിടിച്ചെടുത്ത മയക്കുമരുന്നും ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 1 മുതൽ കുവൈറ്റിലെ ഷോപ്പിംഗ് മാളുകളിലെ ബയോമെട്രിക് വിരലടയാള സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബയോമെട്രിക് വിരലടയാളം രജിസ്ട്രേഷൻ ഇനിയും പൂർത്തിയാക്കാൻ ബാക്കിയുള്ള താമസക്കാരും പൗരന്മാരും ഒക്ടോബർ 1 ശേഷം ക്രിമിനൽ തെളിവുകൾക്കായുള്ള പബ്ലിക് ഡിപ്പാർട്ട്മെന്റിന്റെ പേഴ്സണൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള നിയുക്ത കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി അത് പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റിംഗ് രജിസ്ട്രേഷൻ ആവശ്യമുള്ളവർക്ക് ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്ന നിയുക്ത കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. ഈ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിന് വ്യക്തികൾ സഹേൽ ആപ്ലിക്കേഷൻ വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു.